ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോഗോസ് ബൈബിൾ ക്വിസ് 2025 എല്ലാവർക്കും സ്വാഗതം. വളരെ ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങളും ചോദ്യോത്തരങ്ങളും പഠിക്കാം. ലൂക്ക എഴുതിയ സുവിശേഷത്തിലെ 22 അധ്യായത്തിൻ്റെ 1 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 35 മുതൽ 71 വരെയുള്ള വാക്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 22 അധ്യായത്തിലെ 6 ശീർഷകം എന്ത്? പണവും വാളും കരുതുക. പണവും വാളും കരുതുക ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു? 22 അധ്യായത്തിൻ്റെ 35 മുതൽ 38 വരെയുള്ള 4 വാക്യങ്ങളിൽ. 22 അധ്യായത്തിൽ ലൂക്കാ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു പ്രമേയം ഏത്? പണവും വാളും കരുതുക. 22:35 യേശുവിൻ്റെ ചോദ്യം എന്ത്? ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരുപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ? 22:35 അപ്പോസ്തലന്മാരുടെ മറുപടി എന്തായിരുന്നു? ഒന്നിനും കുറവുണ്ടായില്ല. 22:35 എന്തെല്ലാം ഇല്ലാതെ അയച്ച കാര്യമാണ് പറയുന്നത്? മടിശീല, ഭാണ്ഡം, ചെരുപ്പ്. ഇപ്പോൾ എന്തൊക്കെ എടുക്കുവാനാണ് 22:36 പറയുന്നത്? മടിശീലയുള്ളവൻ അതെടുക്കട്ടെ, അതുപോലെ തന്നെ ഭാണ്ഡവും. വാളില്ലാത്തവൻ എന്തു ചെയ്യാനാണ് പറയുന്നത്? സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങട്ടെ. എന്ത് എന്നിൽ നിവൃത്തിയാകേണ്ടിയിരിക്കുന്നു എന്നാണ് 22:37 യേശു പറയുന്നത്? അവൻ നിയമലംഘകരോട് കൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത്. എന്ത് പൂർത്തിയാകേണ്ടതാണ് എന്നാണ് യേശു പറയുന്നത്? എന്നെപ്പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത്. 22:38 അപ്പോസ്തലന്മാരുടെ മറുപടി എന്തായിരുന്നു? കർത്താവേ, ഇതാ ഇവിടെ 2 വാൾ ഉണ്ട്. 22:38 കർത്താവേ, ഇതാ ഇവിടെ 2 വാൾ ഉണ്ട് എന്ന് പറഞ്ഞതിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? മതി എന്നാണ് യേശു മറുപടി പറയുന്നത്. ഗെത്സേമനിയിൽ പ്രാർത്ഥിക്കുന്നു എന്നത് 22 അധ്യായത്തിൻ്റെ എത്രാമത്തെ ശീർഷകമാണ്? 7. ഗെത്സേമനിയിൽ പ്രാർത്ഥിക്കുന്നു എന്നത് ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു? 22 അധ്യായത്തിൻ്റെ 39 മുതൽ 46 വരെയുള്ള 8 വാക്യങ്ങളിൽ. 22:39 സജ്ജീകൃതമായ വലിയ മാളിക മുറിയിൽ നിന്ന് പുറത്തു വന്ന യേശു പതിവ് പോലെ പോയത് എവിടേക്ക്? ഒലിവ് മലയിലേക്ക്. അവൻ ഒലിവ് മലയിലേക്ക് പോവുക പതിവായിരുന്നു എന്ന സൂചന ലഭിക്കുന്ന മറ്റൊരു വചനം ഏത്? 21 അധ്യായത്തിൻ്റെ 37 വാക്യം. ഒലിവ് മലയിലേക്ക് പോയ യേശുവിനെ 22:39 പിന്തുടരുന്നത് ആര്? ശിഷ്യന്മാർ. ഒലിവ് മലയിലെത്തിയപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത് എന്ത്? നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. 22:41 യേശു എങ്ങനെ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് കാണുന്നത്? അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടിന്മേൽ വീണ് പ്രാർത്ഥിച്ചു. എങ്ങനെയെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്നാണ് അവൻ പ്രാർത്ഥിക്കുന്നത്. അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ. ഗെത്സേമനിയിലെ പ്രാർത്ഥനയിൽ യേശു ദൈവത്തെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? പിതാവേ എന്ന്. എന്ത് നിറവേറട്ടെ എന്നാണ് യേശു പറയുന്നത്? എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം. 22:42 യേശുവിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു? പിതാവേ, അങ്ങേക്ക് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ, എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. 22:43 എഴുതുക. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. 22:44 യേശുവിൻ്റെ പ്രാർത്ഥന എപ്രകാരം ആയിരുന്നു? അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്ത് വീണു.
അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്ത് വന്നപ്പോൾ കണ്ടത് എന്ത്? അവർ വ്യസനം നിമിത്തം തളർന്ന് ഉറങ്ങുന്നത് കണ്ടു. 22:46 യേശു ചോദിക്കുന്നത് എന്ത്? നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? എന്തു ചെയ്യുവിൻ എന്നാണ് യേശു പറയുന്നത്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. എന്തിനു വേണ്ടിയാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കേണ്ടത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ. 22-ാം അധ്യായം 8-ാം ഹെഡിങ് ഏത്? യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നു എന്നത് ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു? 22-ാം അധ്യായത്തിൻ്റെ 47 മുതൽ 53 വരെയുള്ള 7 വാക്യങ്ങളിൽ. 22:47 യേശുവിൻ്റെ അടുക്കൽ വന്നത് ആര്? ഒരു ജനക്കൂട്ടം. അവരുടെ മുൻപിൽ നടന്നിരുന്നത് ആര്? 12 പേരിൽ ഒരുവനായ യൂദാസ്. 22:47 യൂദാസ് മുൻപോട്ട് വന്നത് എന്തിന്? യേശുവിനെ ചുംബിക്കാൻ. 22:48 യേശു യൂദാസിനോട് ചോദിക്കുന്നത് എന്ത്? യൂദാസെ, ചുംബനം കൊണ്ടോ നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുന്നത്? എന്ത് കണ്ടപ്പോഴാണ് യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ കർത്താവെ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചത്? എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ? എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടപ്പോൾ കർത്താവെ, ഞങ്ങൾ വാളെടുത്ത് വെട്ടട്ടെയോ എന്ന് ചോദിച്ചത് ആര്? യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവർ. 22:49 യേശുവിനോട് കൂടെയുണ്ടായിരുന്നവർ യേശുവിനെ സംബോധന ചെയ്യുന്നത് എന്ത്? കർത്താവെ എന്ന്. 22:50 സംഭവിക്കുന്നത് എന്ത്? യേശുവിനോട് കൂടെയുണ്ടായിരുന്നവരിൽ ഒരുവൻ പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ വലത്ത് ചെവി ഛേദിച്ചു. യേശുവിനോട് കൂടെയുണ്ടായിരുന്നവരിൽ ഒരുവൻ ആരുടെ വലത്ത് ചെവിയാണ് ഛേദിച്ചത്? പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ. പ്രധാന പുരോഹിതൻ്റെ സേവകൻ്റെ വലത്ത് ചെവി ഛേദിക്കപ്പെട്ടത് കണ്ട യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? നിർത്തൂ എന്ന്. 22:51 നിർത്തൂ എന്ന് പറഞ്ഞതിന് ശേഷം യേശു ചെയ്തത് എന്ത്? യേശു അവൻ്റെ ചെവി തൊട്ട് അവനെ സുഖപ്പെടുത്തി. 22:52 യേശു സംസാരിക്കുന്നത് ആരോടാണ്? തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ജനപ്രമാണികളോടും. തനിക്കെതിരായി വന്നവരോട് യേശു പറഞ്ഞത് എന്ത്? കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? യേശുവിനെതിരെ വന്നവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? വാളും വടിയും. ഞാൻ നിങ്ങളോട് കൂടെ എവിടെ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാണ് യേശു പറയുന്നത്. എല്ലാ ദിവസവും ദേവാലയത്തിൽ. ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിൽ ആയിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് എന്താണ് എന്നാണ് യേശു പറയുന്നത്. നിങ്ങളുടെ സമയം, അന്ധകാരത്തിൻ്റെ ആധിപത്യം. 22-ാം അധ്യായത്തിൻ്റെ 9-ാം ഹെഡിങ് ഏത്? പത്രോസ് തള്ളിപ്പറയുന്നു. പത്രോസ് തള്ളിപ്പറയുന്നു എന്ന ശീർഷകത്തിന് കീഴിലുള്ള വാക്യങ്ങൾ ഏതെല്ലാം? 22-ാം അധ്യായത്തിൻ്റെ 54 മുതൽ 62 വരെയുള്ള 9 വചനങ്ങൾ. യേശുവിനെ പിടിച്ചവർ അവനെ ആദ്യം കൊണ്ടുപോയത് എവിടേക്ക്? പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക്. യേശുവിനെ പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അകലെയായി അവനെ അനുഗമിച്ചിരുന്നത് ആര്? പത്രോസ്. പത്രോസ് ആരോടുകൂടെ ഇരുന്നതായാണ് 22:55 കാണുന്നത്? നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റും ഇരുന്നവരോട് കൂടെ. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ടത് ആര്? ഒരു പരിചാരിക. പരിചാരിക പത്രോസിനെ പറ്റി പറഞ്ഞത് എന്ത്? ഇവനും അവനോട് കൂടെ ആയിരുന്നു. എന്തു ചെയ്തിട്ടാണ് പരിചാരിക അങ്ങനെ പറഞ്ഞത്? സൂക്ഷിച്ച് നോക്കിയിട്ട്. പത്രോസ് യേശുവിനെ നിഷേധിച്ച് സ്ത്രീയോട് പറഞ്ഞത് എന്ത്? സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല. അല്പം കഴിഞ്ഞ് പത്രോസിനെ കണ്ടത് ആര്? വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞത് എന്ത്? നീയും അവരിൽ ഒരുവനാണ്. നീയും അവരിൽ ഒരുവനാണ് എന്ന്
വേറൊരുവൻ പറഞ്ഞതിന് പത്രോസിൻ്റെ മറുപടി എന്തായിരുന്നു? മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ച് പറഞ്ഞത് എന്ത്? തീർച്ചയായും ഈ മനുഷ്യനും അവനോട് കൂടെ ആയിരുന്നു. ഇവനും ഗലീലിയാക്കാരനാണല്ലോ. തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടെ ആയിരുന്നു. ഇവനും ഗലീലിയാക്കാരനാണല്ലോ എന്ന് വേറൊരാൾ ഉറപ്പിച്ച് പറഞ്ഞത് എത്ര സമയം കഴിഞ്ഞാണ്? ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ്. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് സംസാരിച്ചവനോട് പത്രോസിൻ്റെ മറുപടി എന്തായിരുന്നു? മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അവൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സംഭവിച്ചത് എന്ത്? കോഴി കൂവി. 22:61 ആരംഭിക്കുന്നത് എങ്ങനെ? കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കിയപ്പോൾ പത്രോസ് ഓർമ്മിച്ചത് എന്ത്? ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം. കർത്താവ് പറഞ്ഞ വചനം ഓർമ്മിച്ച പത്രോസ് എന്തു ചെയ്തു? അവൻ പുറത്തു പോയി മനം നൊന്ത് കരഞ്ഞു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ വചനങ്ങൾ ഏവ? 22:57 സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല. 22:58 മനുഷ്യ, ഞാനല്ല. 22:60 മനുഷ്യ, നീ പറയുന്നത് എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇന്ന് കോഴി കൂവുന്നതിന് മുൻപ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം 22:61 പത്രോസ് ഓർമ്മിക്കുന്നു. ഈ വചനം യേശു പറയുന്നത് ഏത് വാക്യത്തിലാണ്? 22-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ. യേശുവിനെ പരിഹസിക്കുന്നു എന്നത് 22-ാം അധ്യായത്തിലെ എത്രാമത്തെ ശീർഷകമാണ്? 10-ാമത്തെ. യേശുവിനെ പരിഹസിക്കുന്നു ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു? 22-ാം അധ്യായത്തിൻ്റെ 63 മുതൽ 65 വരെയുള്ള 3 വാക്യങ്ങളിൽ. ആര് യേശുവിനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തതായിട്ടാണ് 22:63 കാണുന്നത്? യേശുവിന് കാവൽ നിന്നിരുന്നവർ. യേശുവിന് കാവൽ നിന്നിരുന്നവർ ചെയ്തത് എന്ത്? അവനെ പരിഹസിക്കുകയും അടിക്കുകയും ചെയ്തു. അവർ അവൻ്റെ കണ്ണുകൾ മൂടിക്കൊണ്ട് പറഞ്ഞത് എന്ത്? നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക. യേശുവിന് കാവൽ നിന്നിരുന്നവർ എന്തു ചെയ്തുകൊണ്ടാണ് നിന്നെ അടിച്ചവൻ ആരെന്ന് പ്രവചിക്കുക എന്ന് പറഞ്ഞത്? കണ്ണുകൾ മൂടിക്കൊണ്ട്. 22:65 എഴുതുക. അവർ അവനെ അധിക്ഷേപിച്ച് അവനെതിരായി പലതും പറഞ്ഞു. 22-ാം അധ്യായത്തിൻ്റെ ഏറ്റവും ഒടുവിലുള്ള ഹെഡിങ് ഏത്? ന്യായാധിപ സംഘത്തിൻ്റെ മുൻപാകെ. ന്യായാധിപ സംഘത്തിൻ്റെ മുൻപാകെ ലൂക്കാ സുവിശേഷത്തിൽ എവിടെ കാണുന്നു? 22-ാം അധ്യായത്തിൻ്റെ 66 മുതൽ 71 വരെയുള്ള 6 വാക്യങ്ങളിൽ. പ്രഭാതമായപ്പോൾ ആരുടെ സംഘമാണ് സമ്മേളിച്ചത്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം. പ്രഭാതമായപ്പോൾ യേശു എവിടേക്കാണ് കൊണ്ടുവരപ്പെട്ടത്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘത്തിലേക്ക്. ജനപ്രമാണികളുടെ സംഘത്തിൽ ഉൾപ്പെടുന്നവർ ആരല്ല? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും. 22:67 ജനപ്രമാണികളുടെ സംഘം യേശുവിനോട് പറയുന്നത് എന്ത്? നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക. 22:67 യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല. നീ ക്രിസ്തുവാണെങ്കിൽ അത് ഞങ്ങളോട് പറയുക എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ഉൾപ്പെടുന്ന ജനപ്രമാണികളുടെ സംഘം. 22:68 എഴുതുക. ഞാൻ ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം തരുകയുമില്ല. ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ എവിടെ ഇരിക്കും എന്നാണ് യേശു പറയുന്നത്? ദൈവശക്തിയുടെ വലതുവശത്ത്. 22:69 ഇപ്പോൾ മുതൽ ദൈവശക്തിയുടെ വലതുവശത്ത് ആര് ഇരിക്കും എന്നാണ് പറയുന്നത്? മനുഷ്യപുത്രൻ. അവരെല്ലാവരും കൂടി യേശുവിനോട് ചോദിച്ച ചോദ്യം എന്ത്? അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ?
അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ എന്ന ചോദ്യത്തിന് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന്. നിങ്ങൾ തന്നെ പറയുന്നല്ലോ ഞാൻ ആണെന്ന് യേശു പറഞ്ഞപ്പോൾ ജനപ്രമാണികളുടെ സംഘം പറഞ്ഞത് എന്ത്? ഇനി നമുക്ക് വേറെ സാക്ഷ്യം എന്തിന്? അവൻ്റെ നാവിൽ നിന്ന് തന്നെ നാം അത് കേട്ട് കഴിഞ്ഞു. ജനപ്രമാണികളുടെ സംഘം യേശുവിനോട് ചോദിച്ച ചോദ്യം എന്ത്? അങ്ങനെയെങ്കിൽ നീ ദൈവപുത്രനാണോ? പഠനഭാഗത്തെ ഏറ്റവും വലിയ അധ്യായം ഏത്? 22-ാം അധ്യായം. അതിന് 71 വാക്യങ്ങൾ. വീഡിയോകളെല്ലാം കണ്ട് ശ്രദ്ധാപൂർവം പഠിക്കുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു.